ഒന്ന് 80കളിലൂടെ ഒന്ന് പോയിട്ട് വന്നാലോ. കാട്ടിലൂടെ നല്ല അടിപൊളി യാത്രയും ഇതേപോലുള്ള വൈബുള്ള സ്ഥലങ്ങളും കൂടിയും കാണാം. ശരിക്കും രാജാവ് ഇതൊന്നല്ല, കാട്ടിലെ അടിപൊളി ഒരു സർപ്രൈസ് ഉണ്ട്. അതെന്താന്ന് ഇപ്പം പറയാം. ഇതാണ് ആ സർപ്രൈസ്. ശരിക്കും 80കളിൽ പോയൊരു ഫീല്. നല്ല ഓല മേഞ്ഞ ഒരു ചായക്കടയും മണ്ണ് കൊണ്ട് തേച്ച ചുമരും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു സ്ഥലം. ഞങ്ങളെക്കാട്ടി സന്തോഷം ഉമ്മാക്കായിരുന്നു കേട്ടോ. കാരണം അവരുടെ പണ്ടത്തെ വീടൊക്കെ ഇതേപോലെ ആയിരുന്നു എന്നൊക്കെ ഉമ്മ ഇങ്ങനെ പറഞ്ഞെന്ന്, കുറേ കഥകളൊക്കെ പറഞ്ഞെന്ന്. ഇവിടുന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട് കുറേ ദൂരത്തു നിന്നൊക്കെ ആളുകൾ ഇവിടെ ചായ കുടിക്കാൻ വരുന്നുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. പക്ഷെ പോയ സമയത്ത് നല്ല കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. തീ കത്തിച്ചിട്ടാണ് ഇവിടെ ചായ ഉണ്ടാക്കുന്നത്. ഇത് കാണാനാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വരുന്നത്. കൂടാണ്ട് നല്ല ഫുഡും ഉണ്ട് കേട്ടോ. ബീഫും പഴംപൊരിയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ മെയിൻ. ഞങ്ങൾ അതാണ് ഓർഡർ ചെയ്തത്. നല്ല അടിപൊളിയായിരുന്നു, രണ്ടും നല്ല അടിപൊളിയായിട്ടുണ്ട്. കൂടാണ്ട് ചായയും. ഫുഡിനെക്കാട്ടും എല്ലാവരുടെയും മനസ്സ് നിറക്കുന്നത് അവിടുത്തെ ആ പ്രകൃതിയാണ് കേട്ടോ. ആ ഒരു സ്ഥലത്ത് കൂടെ പോയി ഈ ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിക്കുന്നതാണ് അതിൻ്റെ ഒരു വൈബ്. ഞങ്ങളെക്കാട്ടും പഴയ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി പറ്റിയത് ഉമ്മാക്കാണ് കേട്ടോ. ആ സന്തോഷം കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്കും സന്തോഷമായി. അവരെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് വലിയ വലിയ സന്തോഷങ്ങളാണ് കേട്ടോ. ഉമ്മാനെയൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉമ്മാക്കൊന്നും പ്രത്യേകിച്ച് ഒരു ആഗ്രഹവും ഇല്ലാത്ത ആളുകളാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ഓരോ സംഭവങ്ങൾ കാണിച്ചു കൊടുക്കും, വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ആ മുഖത്ത് ഇതേപോലെയുള്ള പുഞ്ചിരി വിടരുന്നത്. ഒന്നും എന്നാൽ ഇങ്ങോട്ട് പറയൊന്നുമില്ല കേട്ടോ. നമ്മൾ തേടി പിടിച്ച് കണ്ടെത്തി അങ്ങ് കൊടുക്കുക തന്നെ. പക്ഷേ ഈ ഒരു ചിരി മതി ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം മുഴുവനും ഹാപ്പി ആയിരിക്കാൻ കേട്ടോ. അപ്പോൾ പാട്ടെല്ലാം കേട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് മടങ്ങാം. അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള കുഞ്ഞു സന്തോഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം.